ഹായ്, നമ്മുടെ റേഷ്യോ പ്രൊപ്പോഷന്റെ ഒരു കോമൺ ആയിട്ട് ചോദിക്കുന്ന കോയിൻ ബേസ്ഡ് ക്വസ്റ്റൻ ആണ് തന്നിരിക്കുന്നത്. ഇനി യൂഷ്വലി ക്വസ്റ്റൻസ് തരുമ്പോൾ നമുക്ക് ഇവിടെ എപ്പോഴും ഒരു കോയിൻസിന്റെ റേഷ്യോ തരും, അല്ലെങ്കിൽ എമൗണ്ടിന്റെ റേഷ്യോ തരും. പക്ഷേ ഇവിടെ കോയിൻസിന്റെ റേഷ്യോ തന്നിട്ടില്ല, എമൗണ്ടിന്റെ റേഷ്യോ തന്നിട്ടില്ല. അപ്പോൾ എങ്ങനെ ഈ ക്വസ്റ്റനെ വളരെ പെട്ടെന്ന് എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് ഈ ഒരു സീജറിന്റെ പ്രീവിയസ് ക്വസ്റ്റൻ എടുക്കാം എന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഡിനോമിനേഷൻസ് നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന 3 കോയിന്റെ ഡിനോമിനേഷൻ ആണ് തന്നിരിക്കുന്നത്. നമുക്ക് 5 റുപ്പീസ് തന്നിട്ടുണ്ട്, അതുപോലെ 2 റുപ്പീസ് തന്നിട്ടുണ്ട്, ആൻഡ് 1 റുപ്പീസ് തന്നിട്ടുണ്ട്. ഇനി യൂഷ്വലി നമുക്ക് നമ്പർ ഓഫ് കോയിൻസിന്റെ റേഷ്യോ തരാറുണ്ട്, പക്ഷേ ഇവിടെ നമുക്ക് നമ്പർ ഓഫ് കോയിൻസിന്റെ റേഷ്യോ തന്നിട്ടില്ല. കോയിൻസ് നമുക്ക് മൊത്തം 40 കോയിൻ ഉണ്ട് എന്നാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. 40 കോയിൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റും. നമ്മുടെ ഇപ്പോൾ നമ്പർ ഓഫ് കോയിൻസിന്റെ റേഷ്യോ ഈവൻ എക്സ് ഈസ് ടു വൈ ഈസ് ടു സെഡ് ആണെങ്കിൽ പോലും നമുക്ക് ഇവിടെ ഇങ്ങനെ പറയാം, എക്സും വൈയും സെഡ് കൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര വരണം, നമുക്ക് മൊത്തം 40 കോയിൻ വരണം എന്ന് പറയാം. ഇനി നമുക്ക് ഇവിടുന്ന് എമൗണ്ട് എടുക്കുകയാണെങ്കിൽ എമൗണ്ട് റേഷ്യോ തന്നിട്ടില്ല, പക്ഷേ നമ്മുടെ ടോട്ടൽ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്, 100 റുപ്പീസ് തന്നിട്ടുണ്ട്. യൂഷ്വലി നമുക്കറിയാം നമ്മൾ ഈ ഒരു എമൗണ്ട് കണ്ടുപിടിക്കുന്നത് എങ്ങനെ, ഡിനോമിനേഷൻ ഇൻറ്റു നമ്പർ ഓഫ് കോയിൻസ് ചെയ്യുമ്പോഴാണ് എമൗണ്ട് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ 5 ഇൻറ്റു എക്സ് 5x ആൻഡ് ഇവിടുന്ന് 2y നമുക്ക് ഇവിടുന്ന് ഇസഡ് എന്ന് വരും. ആൻഡ് നമ്മുടെ കൺസെപ്റ്റ് അനുസരിച്ച് ഇവിടെ നമുക്ക് ടോട്ടൽ കോയിൻസ് ടോട്ടൽ എമൗണ്ട് എത്ര നമുക്ക് അറിയാം, ആൻഡ് അതിന്റെ ആ റേഷ്യോ നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് ഇവിടെ അടുത്തൊരു ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. 5x പ്ലസ് 2y പ്ലസ് ഇസഡ് ഈക്വൽ ടു 100 എന്ന് നമുക്ക് കിട്ടും. ഇവിടെ നമുക്ക് ഈ ഇക്വേഷൻ രണ്ടും കൂടി സോൾവ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്, ആൻസർ കണ്ടുപിടിക്കും. നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് 5 റുപ്പീസിന്റെ നമ്പർ ഓഫ് കോയിൻസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ എക്സ് എത്രയാണ് എന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നമുക്ക് ഇതൊന്നും ചെയ്യാതെ വളരെ പെട്ടെന്ന് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ക്വസ്റ്റൻ ആൻസർ എങ്ങനെ എടുക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. സോ വളരെ പെട്ടെന്ന് ആൻസർ എടുക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഓപ്ഷൻസ് യൂസ് ചെയ്യാം. നമ്മുടെ ഈ എക്സിന്റെ വാല്യൂ ആണ് കൊടുത്തിരിക്കുന്നത് 16, 17, 18, 13. നമ്മൾ അതിലെ ഫസ്റ്റ് ഓപ്ഷൻ 16 എടുക്കുകയാണെങ്കിൽ ഈ എക്സിന്റെ സ്ഥലത്തേക്ക് നമ്മൾ 16 ഇട്ട് കൊടുക്കുകയാണ് എന്ന് വിചാരിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ 5 ഇൻറ്റു 16 നമ്മൾ ചെയ്താൽ നമുക്ക് ഇവിടെ എത്ര വരും, 80 എന്ന് വരത്തില്ലേ. 80 റുപ്പീസ് ആണ് നമ്മുടെ ഇൻ കേസ് 5 റുപ്പീസ് വരുന്നെങ്കിൽ നമ്മുടെ ബാക്കി ഈ ഉള്ള 2 കോയിൻ കൂടി ചേർത്തിട്ട് നമുക്ക് എത്ര വരണം, 20 റുപ്പീസ് വരണം. 20 റുപ്പീസ് വന്നാലേ നമുക്ക് ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ എന്ത് വരത്തുള്ളൂ, ഈ ഒരു 100 റുപ്പീസ് എന്നുള്ള വാല്യൂ വരത്തുള്ളൂ. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കിയ ഒരു എക്സ്ട്രീം പോസിബിലിറ്റി എടുക്കുക, നമുക്കിവിടെ 2 രൂപയുടെ കോയിൻ ഒന്നുമില്ല, ഏറ്റവും കൂടുതൽ കോയിൻ വരുന്ന ഇതിന്റെ ആയിരിക്കും 1 രൂപയുടെ കോയിൻ ആയിരിക്കത്തില്ലേ. അപ്പം അങ്ങനെയാണെങ്കിൽ എല്ലാം 1 രൂപയുടെ കോയിൻ ആണെന്ന് വിചാരിച്ചാൽ പോലും നമുക്ക് ബാക്കി 20 രൂപ വരണമെങ്കിൽ നമ്മുടെ ഈ സെഡിന്റെ എത്ര കോയിൻ, സെഡ് എന്ന് പറയുന്ന വാല്യൂ എത്ര വരണം, 20 വരണ്ടേ. എന്നാലല്ലേ മൊത്തം 20 കോയിൻ കൂടി ചേർന്നിട്ട് 100 രൂപ വരത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ 16 ഈ 20 കൂടി ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ കോയിൻ വരുവാണെങ്കിൽ 16 20 കൂടി ആഡ് ചെയ്ത് നമുക്ക് എത്ര വരത്തുള്ളൂ, 36 അല്ലേ വരത്തുള്ളൂ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നമുക്ക് ഇപ്പം 5 രൂപയുടെ 16 കോയിൻ ഉണ്ടെങ്കിൽ ബാക്കിയുള്ള 2 രൂപയുടെ കോയിൻ വലിയ ഡിനോമിനേഷൻ എന്ന് മാറ്റി വെച്ച് ഏറ്റവും ചെറിയ ഡിനോമിനേഷൻ ആണ് മൊത്തം കോയിൻ എന്ന് വിചാരിച്ച പോലെ എത്ര കോയിനെ എത്തുന്നുള്ളൂ, 36 എത്തുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് മൊത്തം വരേണ്ടത് എത്ര, 40 കോയിൻ ഉണ്ടെന്നല്ലേ പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 16 ഒരിക്കലും വരത്തില്ല, 16നെക്കാളും വലിയ വാല്യൂസും വരത്തില്ല. 16 വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് 36 കോയിനെ വരുന്നുള്ളെങ്കിൽ നമ്മുടെ 5ന്റെ ഡിനോമിനേഷന്റെ കോയിൻസ് ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം 16നെക്കാളും വലിയൊരു വാല്യൂ ആണ് ഇനി നമ്മൾ എടുക്കാൻ പോകുന്നെങ്കിൽ നമ്മുടെ ഈ കോയിൻസ് എന്ത് ചെയ്യും, വീണ്ടും കുറയും. അപ്പം 36നെക്കാളുള്ള വാല്യൂ ഇനിയും കുറയും. സോ 16 16ന്റെ മുകളിലോട്ടുള്ള ഒരു ആൻസേഴ്സും നമുക്ക് വരാൻ സാധ്യത. അങ്ങനെയാണെങ്കിൽ പിന്നുള്ള ഒരേ ഒരു പോസിബിലിറ്റി ഏത് മാത്രമാണ്, 13 മാത്രമാണ്. സോ ആൻസർ നമുക്ക് എന്ത് കിട്ടും, 13 എന്ന് നമുക്ക് ആൻസർ മാർക്കാൻ പറ്റും. നമുക്ക് വേണമെങ്കിൽ ആ ഇക്വേഷൻ സോൾവ് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കാം, പക്ഷേ അത് സോൾവ് ചെയ്തെടുക്കാൻ കുറച്ചധികം സമയം എടുക്കും. സോ ഇതേപോലത്തെ എക്സാംസിൽ നമുക്ക് തരുന്ന ഇതേപോലത്തെ ക്വസ്റ്റൻസ് തരുമ്പോൾ സ്പെഷ്യൽ ആണെങ്കിൽ അവിടെ ഇതേപോലത്തെ എന്തെങ്കിലും സ്പെഷ്യൽ കാര്യങ്ങളും ഉറപ്പായിട്ടും കാണും. നമ്മളത് മനസ്സിലാക്കി വളരെ സ്മാർട്ട് ആയിട്ട് എടുത്താൽ നമുക്ക് വളരെ പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റും. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇതേപോലത്തെ ഇനിയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ആയിട്ട് നമുക്ക് വീണ്ടും മീറ്റ് ചെയ്യാം. താങ്ക് യു.